1/7/2019 സർക്കാർ ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള 11ാം ശമ്പള പരിഷ്കരണവുമായി ബന്ധപ്പെടുത്തിയിട്ടുള്ള ഉത്തരവിറങ്ങുന്നത് 2021 അതായത് 19 ശമ്പള പരിഷ്കരണത്തിൻ്റെ ഉത്തരവിറങ്ങുന്നത് 21 അതിനുശേഷം ആ കാലഘട്ടത്തിലുള്ള ശമ്പള പരിഷ്കരണ അരിയറിനെ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു. അപ്പോൾ ആ വീഡിയോ നമ്മളുമായിട്ട് സഹകരിച്ച് നിൽക്കുന്ന സർവീസ് കൺസൾട്ടൻറ്റ് ആ വീഡിയോ കേൾക്കുകയും അദ്ദേഹം കുറച്ചുകൂടി ക്ലാരിറ്റി നമ്മളെ ആളുകൾക്ക് വരുന്നതിന് വേണ്ടിയിട്ട് നമുക്കൊരു വോയിസ് അയച്ചിട്ടുണ്ട്. ആ വോയിസ് ഞാൻ പിന്നെ എഡിറ്റ് ചെയ്യാൻ പോകുന്നില്ല, അതേപോലെ തന്നെ ആ വോയിസ് കൊടുക്കുകയാണ്. ഈ വോയിസ് കൂടി എല്ലാവരും കേട്ടേക്കുക. കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി ഞാൻ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ക്ലാരിറ്റി കുറവുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി ക്ലാരിറ്റിയോടുകൂടി ഈ സർവീസ് ആളുകൾക്ക് മനസ്സിലാകുന്ന രീതിയിലുള്ള ഒരു വോയിസാണത്. അതുകൊണ്ട് ഞാൻ വോയിസ് എഡിറ്റ് ചെയ്യുന്നില്ല, അതുപോലെ കൊടുക്കുകയാണ്. നിർബന്ധമായി എല്ലാവരും ഈ വോയിസ് കേൾക്കുക. DA സംബന്ധിച്ചുള്ള കൂടുതൽ, കാരണം നമ്മളൊരു വീഡിയോ ചെയ്യുമ്പോൾ അതിനകത്ത് വീണ്ടും ഇതുപോലെ കമൻറ്റുകളുടെ രൂപത്തിലും നിർദ്ദേശങ്ങളുടെ രൂപത്തിലും ഒക്കെ നമുക്ക് വിഷയങ്ങൾ തരും ആളുകൾ. അപ്പോൾ നമ്മളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന സർവീസ് കൺസൾട്ടൻ്റാണ്, അദ്ദേഹമാണ് ഈ വിവരം എനിക്ക് അയച്ചു തന്നത്. അതുപോലെ തന്നെ ഈ വീഡിയോയിൽ കൊടുക്കുകയാണ്. നിങ്ങളെല്ലാവരും ഇത് കേൾക്കുകയും ഈ ക്ലാരിഫിക്കേഷൻ, നമുക്ക് കൂടുതൽ ക്ലാരിഫിക്കേഷൻ വരേണ്ടതാണ്. അല്ലാതെ നമ്മൾ അവസാന വാക്കല്ലല്ലോ, ഞാൻ പറയുന്ന ഏതെങ്കിലും ഒരു വിഷയം ഒരു അവസാന വാക്കല്ല, അതിനകത്ത് സബ്ജക്റ്റ് കറക്ഷനാണ്. ഓരോ കാര്യങ്ങളും നമ്മൾ ചെയ്ത് കഴിയുന്ന യൂട്യൂബ് വീഡിയോ ആണ്. അപ്പം നമുക്ക് പലപ്പോഴും ഒരാളൊരു കാര്യം പറഞ്ഞാൽ ആ വീഡിയോക്കകത്ത് പിന്നെ കയറി എഡിറ്റ് ചെയ്യാൻ പ്രായോഗികമല്ല, കാരണം ഒരുപാട് പേര് കണ്ട വീഡിയോ ഒക്കെയാണ്. അതേസമയം പുതിയ സബ്ജക്റ്റുകൾ നമ്മൾ ചെയ്യുന്നു, അതിൻ്റെ ക്ലാരിഫിക്കേഷൻ ആയിരിക്കും അടുത്ത വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ചാനലിലൊക്കെ അങ്ങനെ തന്നെയല്ലോ, പത്രത്തിൽ ഒരു വാർത്ത ചെയ്താൽ കൂടുതൽ ക്ലാരിഫിക്കേഷൻ ആവശ്യമുണ്ടെങ്കിൽ അടുത്ത ന്യൂസായി ചെയ്യും. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു തിയറി. അപ്പോൾ എന്തായാലും നിങ്ങളെല്ലാവരും ഇനി ഇടുന്ന 3-3.5 മിനിറ്റ് വരുന്ന വോയിസ് എല്ലാവരും നിർബന്ധമായി കേൾക്കുക. ഹലോ സാറിപ്പോൾ ഒരു വീഡിയോ ചെയ്ത് ഞാൻ കണ്ടു. അതായത് 1/7/2019 വന്ന ശമ്പള പരിഷ്കരണം 2021 സർക്കാർ ഉത്തരവായത്. 2021 ഫെബ്രുവരിയിൽ ഉത്തരവായത് അവർക്ക് അതിനു മുമ്പ് റിട്ടയർഡായവരുടെ കേസുകളിൽ അവർക്ക് 21 മുമ്പ് റിട്ടയർഡായവരുടെ പേ റിവിഷൻ അരിയർ എല്ലാം കൊടുത്തു. അവർക്ക് ഇനി കൊടുക്കാനുള്ളത് അതിനോടനുബന്ധിച്ച് പേ റിവിഷനോ ഉത്തരവ് വരുന്നതിന് 2 ദിവസം മുമ്പ് ഫെബ്രുവരി മാസം വന്ന DAയുടെ ഉത്തരവ് അനുസരിച്ചുള്ള അരിയറിന്റെ 4ആയിട്ട് വീതിച്ചു കൊടുത്ത അരിയറിന്റെ 2 ഗഡു കൊടുക്കാനുണ്ട്. അത് ഇന്നേ വരെ അവർക്ക് കൊടുത്തിട്ടില്ല. എന്നാൽ ഇപ്പോഴിറങ്ങിയ 2025 ഡിസംബറിൽ ഇറങ്ങിയ ഉത്തരവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ 2021 ഉത്തരവ് വന്നതിന് ശേഷം, അതായത് 11ാം ശമ്പള പരിഷ്കരണ കമ്മീഷൻ 1/7/2019 മുതൽ നടപ്പാക്കിയതിന്റെ ഉത്തരവ് വന്നതിന് ശേഷവും സർവീസിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം അവരെ DA മൊത്തം മെർജ് ചെയ്തു. പിന്നെ അവർക്ക് ഈ ശമ്പള പരിഷ്കരണത്തിന്റെ അരിയറായിരുന്നു. അതിൽ 2 ഗഡു അവർക്ക് PF-നകത്തേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ കൊടുത്തിരുന്നു. എന്നാൽ പിന്നെ സർവീസ് ചെയ്യുന്ന റിട്ടയർ ചെയ്തവർക്കെല്ലാം തന്നെ മൊത്തവും കൊടുത്തു. ഇതെല്ലാം കൊടുത്തു. മരണപ്പെട്ടവർക്കും കൊടുത്തു. അത് 24 വരെ ഗവൺമെന്റ് ഉത്തരവിറങ്ങി കൊടുത്തു. ആ 24 മരണപ്പെട്ടതിന് ശേഷവും മരണപ്പെട്ടവർക്കും ഒറ്റത്തുകയായിട്ട് കൊടുക്കാനാണ് ഉത്തരവായത്. ഇനി ഇപ്പോഴുവരെ റിട്ടയർഡ് ആയിട്ടുള്ള ആളുകളുടെ സർവീസിലുണ്ടായിരുന്നവരായിരുന്നല്ലോ, അവരുടെ സർവീസിൽ ജോലി ചെയ്ത കാലഘട്ടത്തിലെ പേ റിവിഷന്റെ അരിയറാണ് ഏപ്രിൽ 1 ശേഷം കൊടുക്കാമെന്ന് പറഞ്ഞത്. അതും പെൻഷനേഴ്സിന്റെ DRുമായിട്ട് യാതൊരു ബന്ധവുമില്ല. 28/2/2021 ശേഷം റിട്ടയർ ചെയ്തവർക്ക് 21 മെയിൽ റിട്ടയർ ചെയ്ത് കൊടുക്കും, 22 മെയിൽ റിട്ടയർ ചെയ്ത് കൊടുക്കും, 23 മെയിൽ എത്തുകയും 24 മെയിൽ റിട്ടയർ ചെയ്ത് കൊടുക്കും. എല്ലാം തന്നെ അവരുടെ പേ റിവിഷൻ അരിയർ ഒറ്റത്തവണയായിട്ട് പലപ്പോഴായിട്ട് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ മരണപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഒറ്റത്തവണയായിട്ട് 24 ഉത്തരവനുസരിച്ച് അവർക്കെല്ലാം കൊടുത്തു. പിന്നെ അത് 24 ആ കൊടുത്ത ഉത്തരവ് തുടർന്നും ഇതുപോലെ സർവീസ് ചെയ്തിരിക്കുന്ന പേ റിവിഷന്റെ DA പേ റിവിഷൻ അരിയർ അഡ്ജസ്റ്റ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് അവരുടെ കുടുംബങ്ങൾക്ക് വാങ്ങാനുള്ള സൗകര്യമാണ്. ഇനിയിപ്പം ഈ ഏപ്രിൽ 1 ശേഷം 11ാം ശമ്പള പരിഷ്കരണം വഴി വന്ന കംപ്ലീറ്റ് ആരുടെയും 3-4 ഗഡു അങ്ങ് മെർജ് ചെയ്യുക.
പിന്നെ അങ്ങനെ അത് മെർജ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ അവർ സർവീസ് ക്ലോസ് ചെയ്തിട്ട് പിന്നുണ്ടെങ്കിൽ അവരുടെ എല്ലാം ബൈ ഹാൻഡായിട്ട് വാങ്ങാം എന്നാണ് ഉത്തരവ്. അല്ലാതെ മറ്റൊന്നുമല്ല. ഇതും അതിനു മുമ്പ് റിട്ടയർ ചെയ്തവരുമായിട്ട് യാതൊരു ബന്ധവുമില്ല. DRമായിട്ട്